ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ആഴ്ച ഈ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടി വരുന്ന ഒരു വർഷത്തേക്കുള്ള പ്രബോധന സംരംഭങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ ദുന്യവിയായ ഉഖ്റവിയായ 2 തലങ്ങളിലുള്ള ജീവിതത്തെയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി പൊരുത്തപ്പെട്ട് അതിന്റെ ചിട്ടവട്ടങ്ങൾ പൂർണ്ണമായി പാലിച്ച് ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ അത് കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിലെ കർമ്മശാസ്ത്ര മസ്അല എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പഠന പരമ്പര ഇൻഷാ അല്ലാഹ് തുടങ്ങി വെക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം ഇവിടെ മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തിലും ഇൽമിലും ഒക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് 2-3 നിർദ്ദേശങ്ങൾ ആത്മാർത്ഥമായി പറയുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം, ചാരി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വിരോധമൊന്നും പറയുന്നില്ല. പക്ഷെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ ഒരു സദസ്സിനെ ഒന്ന് ചുരുക്കി തരാം. അതായത് ഒന്ന് കണ്ട് ഈ ഭാഗത്ത് കണ്ടിരിക്കുന്നത് അങ്ങോട്ട് നീങ്ങിയിരുന്നാലും മതി, കുഴപ്പമില്ല. അങ്ങോട്ട് നീങ്ങിയിരുന്നാലും മതി. ഇവിടെ അതേമാതിരി വന്ന് പരിഗണിച്ചാൽ, കാരണം എനിക്ക് തല അങ്ങോട്ടും ഇങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കുക. ചാരിക്കണേ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് അടുപ്പിച്ചത് ചാരി അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇതാക്കിയാൽ മതി, ഈ ഭാഗത്ത് തന്നെ ചാരി മതി, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികളൊന്നും മുന്നിൽ. രണ്ടാമത്തെ ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അറിവ് തേടുന്ന സദസ്സ് സ്വർഗ്ഗത്തിലെ ഒരു തോപ്പിന് തുല്യമാണ്. അപ്പൊ അറിവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയതിനു ശേഷം പറഞ്ഞ ഹദീസിൽ പറഞ്ഞ അറിവാണ്. അതായത് രണ്ടും കൂട്ടിയാൽ 4 എന്നുള്ള ഭൗതികമായ അറിവിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ A² B² പോലെയുള്ള മാത്തമാറ്റിക്സിന്റെ ഭൗതിക അറിവുകളെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ആ അറിവുകളൊക്കെ നമുക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഉപകാരപ്പെടുന്ന അറിവുകൾ മാത്രമാണ്. മരണത്തോടുകൂടി ആ അറിവുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ബയോളജി പഠിച്ചില്ല, കണക്ക് പഠിച്ചില്ല, സ്കൂളിൽ പോയില്ല, എഞ്ചിനീയർ ആയില്ല, മാഷായില്ല എന്നൊന്നും ചോദിക്കൂല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ജനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചോ, മുഹമ്മദ് റസൂൽ അംഗീകരിച്ചോ, നിസ്കരിച്ചോ, നോമ്പ് നോറ്റോ, ഹജ്ജ് ചെയ്തോ, സക്കാത്ത് കൊടുത്തോ, മാതാപിതാക്കളെ ആദരിച്ചോ, ബഹുമാനിച്ചോ, മക്കളെ ഇസ്ലാമികമായി വളർത്തിയോ, ഹലാലും ഹറാമും വേർതിരിച്ച് കച്ചവടം ചെയ്തോ, കുടുംബജീവിതം മാന്യമാക്കിയോ, ഇങ്ങനെ തുടങ്ങിയ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ ഇസ്ലാം പറഞ്ഞ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ ചെയ്തോ ഇല്ലേ എന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് തന്നെ മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹിൽ ഇൽമി, ഒരാള് ശരീഅത്തിന്റെ ഇൽമ, ദീനുൽ ഇസ്ലാമിന്റെ അറിവ് അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മജ്ലിസിലേക്ക്, പള്ളിയാകട്ടെ വേറെ ഏത് സദസ്സാകട്ടെ, അവിടേക്ക് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും.
അപ്പൊ ഇത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകാനുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ സദസ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പൊതുപരിപാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിജ്ഞാന വേദിയോ സംഘടിപ്പിക്കുന്ന പോലെ അല്ല നമ്മൾ ഇവിടെ തെരഞ്ഞെടുത്ത വിഷയം. നമ്മളൊരു വർഷത്തേക്ക് വേണ്ടി ഇസ്ലാമിക ഫിഖ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിലേക്കും നമ്മുടെ മരണാന്തര ജീവിതത്തിലേക്കും ഒക്കെ വളരെയധികം ആവശ്യമുള്ള ഒരു പഠന പരമ്പരയാണ് വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് രണ്ടാമതായി നിർദ്ദേശിക്കാനുള്ള വിഷയം സാധിക്കുമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു നോട്ട് ബുക്കും പെന്നും കയ്യിൽ വെക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊന്ന് കയ്യിൽ വെക്കുക. കാരണം ഇൽമിന് വേണ്ടി നാം ചെലവഴിക്കുന്ന പേനയുടെ മഷി ശുഹദാക്കളുടെ രക്തത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞതല്ല, ഉലമാക്കൾ പറഞ്ഞു. അഹ്ലു സുന്ന വൽ ജമാഅയുടെ ഉലമാക്കൾ പറയാണ്, അള്ളാഹുവിന്റെ ദീന് നേടുന്നതിന് വേണ്ടി നാം ചെലവഴിക്കുന്ന പേനയുടെ മഷി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പോരാടുന്ന ഒരു യോദ്ധാവിന്റെ ശുഹദാഇന്റെ രക്തത്തിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയം ആ എഴുതുന്ന ഇൽമ് അത് നമുക്ക് ഏറ്റവും വലിയ ഖൈറാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങൾ ഏറ്റവും വലിയ ഖൈറുള്ളവർ ആരാണ്? ഒന്നുകിൽ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അതേപോലെ വഅല്ലമഹു, അത് പഠിക്കുന്നവൻ. അപ്പോ അധ്യാപകനും വിദ്യാർത്ഥിയും എന്ന് പറയുന്നത് നമ്മളൊക്കെ ആ ഒരു ഖൈറായ പ്രവൃത്തിയിലാണുള്ളത് എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് രണ്ട് നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ സദസ്സ് ഇതേപോലെ ഒന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് പരസ്പരം ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലിരിക്കുക. രണ്ടൊരു നോട്ട് പുസ്തകവും പേനയും അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. മൂന്നാമതായി ഇനിയും ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ നാം വിളിച്ചാൽ വരുന്ന നമ്മുടെ അധികാര പരിധിയിലുള്ള നമ്മുടെ ഭാര്യമാര്, പെൺമക്കള്, മരുമക്കള്, പെൺകുട്ടികള് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തുക എന്ന ഒരു നിർദ്ദേശം എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള സന്മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതം, അത് അല്ലാഹു തആല അവന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന മതമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. മറ്റൊരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ومن يبتغي غير الإسلام دينا فلن يقبل منه فهو في الآخرة من الخاسرين. ومن يبتغي غير الإسلام دينا, ഇസ്ലാം അല്ലാത്ത മറ്റു വല്ല ആദർശത്തെയുമാണ്, ഇസത്തെയുമാണ്, ഐഡിയോളജിയുമാണ്, മറ്റു വല്ല ചിന്താധാരകളെയുമാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ, നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അല്ലാഹു നിങ്ങളിൽ നിന്ന് അതൊരിക്കലും സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവർ ആഖിറത്തിലെത്തുമ്പോൾ അവര് വലിയ നഷ്ടക്കാരായി മാറുമെന്നും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല തൃപ്തിപ്പെട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പൂർത്തീകരിച്ചു തന്ന ഇസ്ലാം ദീൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും നമുക്ക് വെളിച്ചം വീശുന്ന മതമാണ്. ജീവിതത്തിന്റെ വൈയക്തിക, വൈദേശിക, കുടുംബപരമായ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ മുഴുവനും സ്പർശിക്കുന്ന എന്ന് പറഞ്ഞാൽ എ ടു സെഡ് മുഴുവനും നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഈ ഇസ്ലാം ദീൻ അതിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാം ദീനിൽ ഏറ്റവും അഫ്ളലായ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ തുടങ്ങി നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ വിരൽ ഇളക്കണോ വേണ്ടേ, കൈ എവിടെ കെട്ടേണ്ടത് എന്ന് തുടങ്ങിയ വിഷയത്തിൽ വരെ മുസ്ലിം സമുദായത്തിലെ സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, തർക്ക വിതർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തർക്ക വിതർക്കങ്ങൾക്കിടയിൽ നിന്ന് കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് കൃത്യമായി ഇസ്ലാം എന്ന അതിന്റെ സത്തയെ നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. അതിനെന്ത് വേണം? അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് സലീമായ ഒരു കൽബുണ്ടാകാൻ, എന്നാൽ വക്രതയില്ലാത്ത, വളവില്ലാത്ത, ദുരുദ്ദേശമില്ലാത്ത,
വിദ്വേഷങ്ങളില്ലാത്ത, അതേപോലെ തന്നെ പകയില്ലാത്ത ഒരു നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ പെട്ട ഒരു കാര്യം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹ് പറഞ്ഞതാണ്. അത് സ്വഹാബത്ത് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്ന് നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് അങ്ങ് കാണിച്ചു തന്നാൽ പിന്നെ അവിടെ നമ്മുടെ ദേഹേച്ഛയ്ക്ക് ഒരു സ്ഥാനവുമില്ല, നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റുപാടുകൾക്ക് ഒരു സ്ഥാനവുമില്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്ന രീതി അങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഉസ്താദ് പറഞ്ഞത്, മൗലവി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ പണ്ടൊക്കെ മനസ്സിലാക്കി പോകുന്നത് ഇങ്ങനെയാണ്, അതിനൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹേച്ഛയാണ് മാറ്റി വെച്ച് നമ്മൾ ഈ ഷഹാദത്ത് കലിമ ജീവിതത്തിൽ കൃത്യമായിട്ട് അങ്ങ് ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമ്മൾ മുഅ്മിനാവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവൂല, മുഅ്മിനാവൂല, ഹത്താ ഏതുവരെ ഹവാഉ തബഉ ലിമാ ജിഅതു ബിഹി, ഞാൻ കൊണ്ടുവന്ന ദീനിനോട് നിങ്ങളുടെ ദേഹേച്ഛ പൂർണ്ണമായി കീഴൊതുങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെ സമീന ഞാൻ കേട്ടു, വ അതഅന ഞാൻ അനുസരിച്ചു എന്ന് പറയുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവൂല. അപ്പൊ ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ അഹന്ത അഥവാ കിബിറിനെ ഒഴിവാക്കുക, ഇൽമിനെ സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കിബ്റു, കിബ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കിബ്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ കാണുന്നത് അത് വലിയ ഖാറൂൻ, ഹാമാനെ പോലുള്ള വലിയ വലിയ അങ്ങനത്തെ കുറെ അഹംഭാവികൾ, വലിയ വലിയ അഹങ്കാരികൾ, അല്ലെ? അങ്ങനത്തെ നമ്മളെ ചിന്ത പോകുക അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അൽ കിബ്റു, കിബ്ർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, സത്യത്തെ തള്ളുക, വ ഗംതുൻ നാസ്, പറഞ്ഞവനെ ചെറുതായി കാണുക. നമ്മളോട് ഒരു അറിവ് പറഞ്ഞു തന്നത് ഒരു കുട്ടിയാണെങ്കിലും, നമ്മളെ പെരീത്തെ കുട്ടിയാണ്, അറബി കോളേജിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ മാഷന്മാരുടെ പോയിട്ടോ അവൻ പഠിച്ചതാണ്. നിങ്ങളെ തുണി നെരിയാണ്ട താഴത്താണ്, നിങ്ങളെ പാന്റ് നെരിയാണ്ട താഴത്താണ്. മാ അസ്ഫലൽ കഅബൈനി ഫഫിന്നാർ, നെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം നരകത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പോണ ഇപ്പൊ ഇന്നലെ അറബി കോളേജിൽ പോയി കണ്ട് ഇവിടെ വന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ ബുഖാരിയിലെ ഹദീസ് എന്നോട് തർക്കിച്ചാണ്. അതാണ് കിബർ. റസൂലുള്ളാഹി പറഞ്ഞെന്താ? ബത്റുൽ ഹഖി വ ഗംതുൻ നാസ്, സത്യത്തെ തള്ളും, പറഞ്ഞവനെ ചെറുതായി കാണും. ഇത് നമുക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ദീനുൽ ഇസ്ലാമിന്റെ സുന്ദര പാതയിൽ നമുക്ക് നല്ല രീതിയിൽ വഴി നടക്കാൻ പറ്റൂല. സ്വർഗത്തിന്റെ വഴി നമുക്ക് കുടുസാവും. അപ്പൊ സ്വർഗത്തിന്റെ വഴി കുടുസാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തെ അംഗീകരിക്കണം. ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞ രണ്ട് സാക്ഷ്യവചനങ്ങൾ അത് ആത്മാർത്ഥതയോടുകൂടിയാണ് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് നാം വെളിവാക്കിയതെങ്കിൽ ആ ശക്തമായ കരാറ് പാലിക്കാൻ നമ്മളൊക്കെ നിർബന്ധിതരല്ലേ ആണ്. എന്തിനാ നമ്മൾ പാലിക്കുന്നത്? നമ്മൾ എന്തിനാ ഇവിടെ ഇരുന്നത്? സ്വർഗം കിട്ടണം, നരകത്തിൽ രക്ഷപ്പെടണം, അള്ളാന്റെ തൃപ്തിയോടുകൂടി ഈ ലോകത്തും പരലോകത്തും കഴിച്ചിട്ടാകണം. എങ്കിൽ ഹൃദയത്തിൽ നമ്മൾ ആ നീരസം ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഒരു മുനാഫിഖായ ഒരു മനുഷ്യൻ വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, വലത്തെ കൈകൊണ്ട് തിന്നുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, യാ അഖി കുൽ ബിയമീനിക, വലത്തെ കൈകൊണ്ട് തിന്ന്, അല്ല ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അഖി കുൽ ബിയമീനിക, ഇടത്തെ കൈകൊണ്ട് തിന്നല്ലേ, വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കുകയാണ്. എടുത്ത പാടെ ആ ചെങ്ങായി പറഞ്ഞു, ലാ അസ്തത്യ, എനിക്ക് ഇങ്ങനത്തെ കൈയുള്ളൂ, നിങ്ങൾ പറഞ്ഞ മാതിരി വലത്തെ കൈകൊണ്ട് തിന്നാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഉപദേശം കൊടുത്തപ്പോ നേരിട്ട് പറഞ്ഞ ആ വാക്കിനെ തന്നെ തെറ്റ തള്ളൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ഒരു നീരസം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ചെറിയൊരു ശാപം നടത്തി. എന്താ ശപിച്ചത്? ലാ അസ്തത്യ, എനിക്ക് അങ്ങനെ കയ്യാതെ, എനിക്ക് അങ്ങനെ വലത്തെ കൈകൊണ്ട് തിന്നാൻ കഴിയൂലെന്നല്ലേ പറഞ്ഞത്? ശരി, എന്നാ എനിക്ക് അങ്ങനെ കയ്യാതെ. പിന്നീട് ഈ ഹദീസ് ഉദ്ധരിച്ച റാവിമാര് പറയണം, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണേ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാര് പറയാണ് ആ മനുഷ്യന്റെ വലത്തെ കൈ മരണം വരെ വായിലേക്ക് പൊന്തിയിട്ടില്ല. എന്നാണ് അതിന്റെ അർത്ഥം എന്താ? ആ കൈ കൊയഞ്ഞു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തേക്കോട്ട് തിന്നല്ലേ വലത്തേക്കോട്ട് തിന്നെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, എന്നാ എനിക്ക് അങ്ങനെ പറ്റാതെ കെട്ട്, അതിന്റെ കൈ കൊയഞ്ഞു പോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, മാ മനഅഹു ഇല്ലൽ കിബർ, എന്റെ ആ കൽപ്പന അവനെ തടഞ്ഞത് കിബറല്ലാതെ ഒന്നുമല്ല. അപ്പൊ ഹൃദയത്തിൽ കിബറുള്ളത് കൊണ്ടാണ് ആ സുന്നത്ത് സ്വീകരിക്കാൻ പറ്റാതെ. ആർക്ക്? മുനാഫിഖ്.
നമ്മൾ മുനാഫിക്കാണോ? അല്ല, നമ്മൾ മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മതത്തിൽ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയം മുതൽ നിസ്കാരത്തിൽ കൈ അളക്കണോ വേണ്ടേ, മുറ്റത്ത് ഇങ്ങനെ നീക്കണോ വേണ്ടേ, സെമിയല്ലാഹു വേണ്ട കൈയ്യറ്റണോ വേണ്ടേ, ഇങ്ങനെ തുടങ്ങി എത്ര തർക്കങ്ങളെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മതകമ്പോളങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂമ്പാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കൂടി കേട്ടിട്ട് ഞാനിപ്പോ തീക്കൊന്നുമില്ല, ഞാൻ പണ്ടൊക്കെ മനസ്സിലാക്കിയത് പഠിച്ചത് അങ്ങനെ പോട്ടെ ഒരു കൂട്ട്, വേറെ കൂട്ടർ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ അതും വേണ്ട അതും വേണ്ട, ഞാൻ അങ്ങനെ ഒരു മുജാഹിദായിട്ട് അങ്ങനെ പോവുകയാണ്, ഞാനൊരു മുസ്ലിമായി ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പല നിലക്കുള്ള അഭിപ്രായം. ചിലവര് പറയും ഈ പണ്ടാറടങ്ങാൻ റസൂലുള്ളാഹിന്റെ കാലത്ത് ജനിച്ചാൽ മതി, നബിന്റെ കാലത്ത് ജനിച്ചില്ലെങ്കിൽ യാതൊരു പണിയില്ല, ബിലാൽ എന്നൊരു ഇഖാമത്തും കൊടുക്കും, റസൂലുള്ളാഹി ഇമാമത്തും നിൽക്കും, നമ്മൾ ബാക്കിൽ നിസ്കരിക്കുക, വല്ല സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കുക, ഖലാസ് കഴിയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ജനിച്ച് കുടുങ്ങിപ്പോയി. അങ്ങനൊന്നും നമ്മൾ പറയാറില്ല. കാരണം നമ്മൾ ഇന്ന് ഒരു 15 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ജനറേഷൻ നമ്മളോട് ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമുള്ള 14 നൂറ്റാണ്ട് കഴിഞ്ഞു. ഈ 1400 കൊല്ലത്തിന് ശേഷം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് അള്ളാന്റെ ഖദർ പ്രകാരം നമ്മൾ ജീവിക്കുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫഇന്നഹും യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. സഹാബത്തെ എന്റെ കാലശേഷം ഞാൻ നിങ്ങളിൽ നിന്ന് വഫാത്തായി പിരിയുന്നതോടുകൂടി നിങ്ങൾക്ക് കാണാം ദീനിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് തന്നെ പറഞ്ഞു, എന്റെ കാലശേഷം തന്നെ അഭിപ്രായ വ്യത്യാസം ദീനിൽ പൊന്തും. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോടുള്ള ശക്തമായ താക്കീതാണ്. വഅലൈക്കും ബിസുന്നതി. നിങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എന്റെ സുന്നത്തിലേക്ക് മടങ്ങുക. ഏതാ സുന്നത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ ഏതാണ്? അതൊന്നുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു വന്നു. സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന അല്ലദീന മിൻ ബഅദി. എന്റെ കാലശേഷം ഈ മാർഗത്തെ വള്ളിപുള്ളി വിടാതെ അത് ജനങ്ങൾക്ക് കൃത്യമായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന എന്റെ സ്വഹാബത്തിൽപ്പെട്ട ഖുലഫാ ആരാണ്? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരടങ്ങുന്ന ആ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈന്റെ പാത. അത് നിങ്ങൾ അല്ലാഹു അലൈഹാ ബിന്നവാജിദ് അണപ്പല്ല് ചേർത്ത് നിങ്ങൾ പഠിക്കുക. ഉണ്ടോ? പല്ലുകളുടെ കൂട്ടത്തിൽ മൂർച്ചയുള്ള പല്ലാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ലാണ് പൊതുവെ മൂർച്ചുള്ളത്. പക്ഷെ റസൂലുള്ളാഹി നമുക്ക് അടിച്ചു പിടിക്കാൻ പറഞ്ഞ പല്ല് ഏതാ? അണപ്പല്ലാണ്. എന്തുകൊണ്ടാ? ഉളിപ്പല്ലും മൂർച്ചുണ്ടെങ്കിലും അതുകൊണ്ട് കടിച്ചു പിടിച്ചാൽ ഊക്കിലൊന്ന് വലിച്ചാൽ ആ പല്ലടക്കണം പോകും. എന്നാൽ അണപ്പല്ലുകൊണ്ട് പിടിച്ചു നോക്കേണ്ടി അങ്ങനെ ഇങ്ങനെയൊന്നും മറ്റും കേട്ടാലും അതാണ് പോരൂല. അതിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. അപ്പൊ പ്രതിസന്ധി ഉണ്ടാകുമെന്നും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നും ദീനുൽ ഇസ്ലാമില് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകുമെന്നും വ്യക്തമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, 50 സ്വഹാബികൾ ഒരുമിച്ച് ഒരു പുണ്യം ചെയ്താൽ ലഭിക്കുന്ന കൂലി എത്രയാണോ അത് ഈ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് കല്ലും നെല്ലും വേർതിരിച്ച് കൃത്യമായ അഹ്ലുസുന്നയുടെ പാത സ്വീകരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു പറഞ്ഞാൽ നമ്മളതിനെ നിരാശപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ജനിച്ചു എന്നതിന്റെ പേര് നമ്മളതിനാണ് ടെൻഷനാകണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ 2 സാക്ഷ്യവചനങ്ങളിൽ നമ്മൾ രണ്ടാമത്തെ സാക്ഷ്യവചനമാണ് നമ്മൾ ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശ്വാസം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും സമന്വയിപ്പിച്ച മതം. വിശ്വാസം മാത്രമല്ല കർമ്മം മാത്രമല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ഒരാൾ വിശ്വസിച്ചാൽ അവന് മുസ്ലിമാവൂല, മുഅ്മിനാവൂല, പൂർണ്ണമായ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. അത് പൂർണ്ണമാകണോ? വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം കൂടെ അവൻ പ്രഖ്യാപിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൽ നിസാ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളെ, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അനുസരിക്കണം, അവന്റെ റസൂലിനെയും അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. അപ്പൊ അനുസരണം പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ആ അല്ലാഹുവിനെ അവന്റെ റസൂലിനെയും
അനുസരിക്കുന്നതോടൊപ്പം തന്നെ ആ അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന മത കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. അതാരാ? അത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ പറഞ്ഞ 4 ഖലീഫമാർ, മുഹാജിറുകൾ, അൻസാറുകൾ, സ്വഹാബത്ത്, അഹ്ലു ബൈത്ത്, ഇൽമുള്ള ഉലമാക്കൾ, മതസംഘടനകൾ, ഭരണാധികാരികൾ ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. വരക്കങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അള്ളാഹുവും റസൂലിനും എതിരാകാത്ത കാലം അത്രയും അനുസരിക്കണം. എന്നാൽ മതപരമായ മേഖലയിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലോ അവിടെ നിങ്ങൾ ഈ പറഞ്ഞ പ്രസ്ഥാനത്തിലേക്കോ നേതൃത്വത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിലേക്കോ അല്ല മടങ്ങുന്നത്. തൊട്ടടുത്ത ആയത്തിൽ അത് വിശദീകരിച്ചു. മതപരമായ മേഖലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങണം. തഫ്സീറിലൊക്കെ പറഞ്ഞു അഥവാ അള്ളാഹുലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ പ്രസവനെ ചോദിക്കല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിട്ടേച്ചു പിന്നെ റസൂലുള്ളാഹിലൂടെ നൽകിയ അള്ളാഹുവിന്റെ കലാം. അതേപോലെ റസൂലിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ മദീനത്ത് പോയിട്ട് നബിയെ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിന്റെ നിരസ്ഥിതി എന്ന് പറഞ്ഞിരിക്കുന്ന പറയലാം അല്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഈ ആയത്തിന്റെ കൃത്യമായ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത്? കുതുബുൽ ഹദീസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ രേഖപ്പെടുത്തിയ ഹദീസുകൾ മുറുകെ പിടിക്കുക. ഈ 2 ആധാരത്തിലേക്ക് നിങ്ങൾ മടങ്ങുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീലാ, എങ്കിൽ ഏറ്റവും നല്ല മടക്കം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ സമയം അത്ര ഞാൻ ആമുഖം പറഞ്ഞത് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനത്തിന്റെ ആ പരിധിയിൽ നിന്നുകൊണ്ട് നാം ഒരു വർഷം ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാമിലെ കർമ്മശാസ്ത്ര സരണിയാണ്. കർമ്മശാസ്ത്ര സരണി, ഫിഖ്ഹിയായ മസ്അല എന്ന് പറയുന്നത്. എന്താ ഈ മസ്അല എന്നാ നമ്മള് അതിന്റെ മസ്അല എന്താ ചോദിച്ചു, ഇതിന്റെ മസ്അല എന്താ ചോദിച്ചു അല്ലേ? സഅല യസ്അലു മസ്അല എന്താണത്? അത് ഫിഖ്ഹിയായ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള കർമ്മശാസ്ത്രപരമായ വിഷയം. കർമ്മശാസ്ത്ര വിഷയം തന്നെ അഖീദയിൽപ്പെട്ടതല്ല, മറിച്ച് നമ്മുടെ കർമ്മപരമായ കാര്യം. നമ്മുടെ സ്വത്ത് ഓരിയൊക്കെയുള്ള വിഷയം വരുമ്പോൾ അതെങ്ങനെയാണ്, മരിച്ചൊരു മയ്യത്തിനുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ്, നിക്കാഹ്, തലാഖ്, ഖുൽഅ്, ഫസ്ഖ്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ 100,000 മസ്അലകൾ. ഈ മസ്അലകളിൽ നമുക്കറിയാം 4 മദ്ഹബിന്റെ ഇമാമുകളുടെ അനവധി ഹുക്മുകളും ഫത്വകളും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളുമുണ്ട്. ആ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ കീഴിൽ പിന്നീട് ോടുകൂടി മദ്ഹബ് ഓരോരുത്തരും ഞങ്ങളെ മദ്ഹബ് നിങ്ങളെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് മദ്ഹബിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടായി. അങ്ങനെ ഓരോരുത്തരും പിന്നീട് ആ മദ്ഹബിന്റെ ഇമാമുകളുടെ കീഴിൽ അനവധി ഗ്രന്ഥങ്ങൾ എഴുതി അതിനെ വീണ്ടും സങ്കീർണമാക്കി. അതുകൊണ്ട് തന്നെ ഒരുപാട് കീറ മസാലകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കീറ മസാല, കീറ കിതാബ് എന്നൊക്കെ പറഞ്ഞ മാതിരി കീറ മസാലകൾ. അതിന്റെ പിന്നാലെയാണ് ഇന്ന് സലഫികളല്ലാത്ത മറ്റു പല മദ്ഹബിന്റെ ആളുകൾ പോയി കുടുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യത്തിലും ഓൽക്ക് ഖുർആനും സ്വഹീഹ ഹദീസുകൾ പറഞ്ഞു കൊടുത്താൽ, മൻഹജ് സലഫാണ് പറഞ്ഞു കൊടുത്താൽ, അപ്പോൾ ഓല് പറഞ്ഞെന്തായിരുന്നു? അത് ഷാഫി മദ്ഹബ് എന്താ അതിനെ പറ്റി പറഞ്ഞത്, ഹനഫി മദ്ഹബ് എന്താ അതിനെ പറ്റി പറഞ്ഞത്, മാലിക് എന്താ പറഞ്ഞത്, ഹംബലി എന്താ പറഞ്ഞത്, അതിന് പറഞ്ഞു. എന്നാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതോ മദ്ഹബിലേക്ക് നോക്കണം എന്നല്ല, ഇൻഷാഅല്ലാഹ് വരുന്നുണ്ട് വിഷയം, മറിച്ച് പ്രമാണങ്ങളിലേക്ക് നോക്കണം എന്നാണ് 4 മദ്ഹബിന്റെ ഇമാമുകളാണ് പറഞ്ഞത്. പക്ഷെ അവരെ പേരിൽ പിന്നീട് ഈ പറഞ്ഞ ശിദ്ദത്തുണ്ടാക്കി, ഗ്രൂപ്പിസം ഉണ്ടാക്കി, മദ്ഹബി കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയവരോ ഓല് ഈ രൂപത്തിലാണ്. അങ്ങനെ പല ഗ്രന്ഥങ്ങളുണ്ട്. ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്,
ഫത്ഹുൽ സംബന്ധിച്ചിടത്തോളം മുസ്ലിയാക്കന്മാര് പള്ളി ദർസില് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു കിതാബാണ്. ആ കിതാബിനെ പറ്റി പറഞ്ഞാൽ എന്താണോ, അത് ലോകത്ത് ഏറ്റവും വലിയ ഇൽമിന്റെ ഗ്രന്ഥാണ്. ആ ഫത്ഹുൽ അനവധി മസലയിൽപ്പെട്ട ഒരു മസലയാണെന്ത്, ഒരാള് പള്ളിന്റെ പുറത്തുനിന്ന് ഒരു മരം ഇങ്ങനെ വളർന്നു വന്ന് അതിന്റെ ഒരു കൊമ്പ് ആ പള്ളിന്റെ ഇറയത്ത് കൂടെ പള്ളിയുടെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ ഒരാള് റമദാൻ മാസത്തിൽ ആ പള്ളിന്റെ പള്ളിയുടെ ഉള്ളിലേക്ക് വന്ന മരത്തിന്റെ മേലെ ഇരുന്നാണ്ട് ഇത്തികാഫ് ഇരുന്നാൽ ഓന്റെ ഇത്തികാഫ് സ്വീകരിക്കോ ഇല്ലേ? ഇതൊരു ചർച്ച. അങ്ങനെ ഒരു പള്ളിയുടെ ഉള്ളിൽ ഒരു മരം വന്നാൽ മുറിച്ചാൽ മാറ്റിയ പ്രശ്നം അവിടെ കഴിഞ്ഞില്ല. പിന്നെ അതിന്റെ മേലെ ഇരുന്നാണ്ട് ഒരാൾ ഇത്തികാഫ് ഇരിക്കുമ്പോ കയ്യിന്റെ ഉള്ളനടിയിൽ രോമം വളച്ചു. ഒന്നെടുക്കുമ്പോ അത് തടവിയാ മതിയോ അല്ല കഴുകണോ? വേറെ മസാല. അത് കയ്യിലുള്ള രോമം മുളക്കോ? ചിന്തിക്കൊന്നുമില്ല. അങ്ങനെ പിന്നുള്ളൊരു മസാലയാണ് ഒരു എന്താണ് എരുമയും ഒരു പശു ഒരു മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ടു ശാരീരിക ഏർപ്പെട്ടു. അങ്ങനെ ആ പശു പ്രസവിച്ചു നോക്കുമ്പോ മനുഷ്യന്റെ തല ഉടലാണെങ്കിൽ പശുവിന്റെ. അങ്ങനെ ഈ മനുഷ്യക്കുട്ടി പാലൊക്കെ കുടിച്ച് പുല്ലൊക്കെ തിന്ന് പുണ്ണാക്കൊക്കെ തിന്ന് അങ്ങനെ വലുതായി അവസാനം പള്ളിദർസൊക്കെ പോയി ഒരു മൗലിയാർ ഉദൂയത്തിന് ഓനെ അറക്കാൻ പറ്റുമല്ലേ? ഒന്ന് ആലോചിച്ചോ. ഇങ്ങനെയുള്ള 100,000 കിലോഗ്രാം മസാലകൾ കുത്തി നിറച്ചിട്ടുള്ള അനവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന്റെ പിന്നാലെ പോയ ആൾക്കാർക്ക് ഒരു സുഖം കിട്ടൂല. ഞാൻ കുറ്റം പറയുന്നത് തബ്ലീഗ് ജമാഅത്തിലെ പല ആളുകളുമായി ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടതാണ്. പല കുട്ടികളെ ഒരു ചെറിയ വിഷയങ്ങളിൽ പോലും അവരുടെ മനസ്സിലുള്ള പ്രയാസത്തിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ 100% തെളിവാണ് വെച്ചു കൊടുത്താലും ഒരു തരം പിശാചിന്റെ വലയിൽ കുടുങ്ങിയ വസ്വാസ് അത് ഈ തരത്തിലുള്ള മസാലകളുടെ അതിരുവിട്ട വലയത്തിലേക്ക് പോയതുകൊണ്ടാണ്. അപ്പൊ കർമ്മശാസ്ത്ര മസാല എന്നത് വളരെ പ്രധാനപ്പെട്ട ഇൽമാണ്. പക്ഷെ അതിനൊരു ബൗണ്ടറി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു. ആ ബോർഡറിന് അപ്പുറം പോയാൽ നമ്മൾ വസ്വാസ് എന്ന രോഗിയായി മാറും. ശൈത്താൻ നമ്മളെ പറഞ്ഞു. പിന്നെ നമുക്ക് ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ല, ഇടങ്ങേറാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച മതമാണ് ഇസ്ലാം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഈ മില്ലത്ത് ഇബ്രാഹിം എന്ന സലീമായ മതത്തിൽ ഒരു ഭാരവും വെച്ചിട്ടില്ല. ഒരാളുടെ ശരീരപ്രകൃതിക്കും അയാളുടെ കപ്പാസിറ്റിക്കും അല്ലാതെ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദീന യുസ്റുൻ, ദീൻ വളരെ എളുപ്പമാണ്. അത് നിങ്ങൾ ഇടങ്ങേറുണ്ടാക്കിയാൽ ആ മതങ്ങളെ കീഴ്പ്പെടുത്തും. പിന്നെ രക്ഷയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ പോകുന്ന വിഷയത്തിന്റെ ഒരു ആമുഖാണെന്ന് നമ്മൾ പറയുന്നത്. എന്താ? കർമ്മശാസ്ത്ര സരണി എന്ന പഠന പരമ്പര വിഷയത്തിലെ 1ാമത്തെ ക്ലാസ് ആണ്, പാഠം 1. ഇത് നമ്മള് ആയത്തും ഹദീസും ഒക്കെ നമ്മൾ പറയുമ്പോ അതൊക്കെ ഒന്ന് എഴുതിയിരുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത വിഷയങ്ങൾ നമ്മൾ പറയുമ്പോ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, അത് ആഴ്ചയിൽ ഒരിക്കലും ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോ അടുത്ത ആഴ്ചയിലെങ്കിലും ആ 7 ദിവസത്തിനിടയിലെങ്കിലും ഒന്ന് ആ ബുക്ക് ഒന്ന് എടുത്തു നോക്കിയിട്ട് കഴിഞ്ഞ ആഴ്ച മുമ്പ് പറഞ്ഞ ഈ പ്രസംഗം പഠനമുണ്ടാവുമല്ലോ നമ്മുടെ യൂട്യൂബിൽ, അത് കേൾക്കുക. നമ്മൾ നോട്ടീസ് തുറന്നു വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മാത്രമല്ല, വീട്ടിലുള്ള ഭാര്യയോട്, മക്കളോട്, കുടുംബക്കാരോട്, സുഹൃത്തുക്കളോട്, നാട്ടിലുള്ളവരോട് നമ്മളൊരു മൗലവിനെ കാത്തുക്കേണ്ട ആവശ്യമില്ല, ദഅവത്ത് വരെ നടത്താൻ പറ്റും. അല്ലാഹു നമുക്ക് ദീനിൽ ഇൽമ് നൽകുമാറാകട്ടെ, ഉപകാരപ്രദമായ ഇൽമ് ലഭിച്ചു തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതം, അതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ചൂണ്ടുപലക. 40ാമത്തെ വയസ്സിൽ അവിടുന്ന് വഹി ലഭിച്ചു. 63ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞ 33ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 21ാമത്തെ ആയത്ത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന لمن كان يرجو الله واليوم الآخر وذكر الله كثيرا لقد كان لكم في رسول الله أسوة حسنة. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്.
എന്താണ് ഈ മാതൃക? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരി ഹദീസ് ഗ്രന്ഥത്തിന് ശറഈ എഴുതിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്, ഷാഫി പണ്ഡിതനാണ്. ഫത്ഹുൽ ബാരി ഗ്രന്ഥമാണ്, 13ാമത്തെ വാള്യം 245ാമത്തെ പേജ്. അതിൽ അദ്ദേഹം പറയുന്നു, എന്താണ് ഇവിടെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ വൽ മുറാദു ബിസുന്നത്തി മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖരീരിഹി വമാ ഹമ്മ ബിഫഅലിഹി. ഇതാണ് 23 വർഷക്കാലത്തെ ജീവിതം, അഥവാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, അഥവാ അഖ്വാലിഹി റസൂലുള്ളാഹിയുടെ ഖൗല് ദീനിൽ തെളിവാണ്, വാക്ക്, വഅഫആലിഹി റസൂലുള്ളാഹിയുടെ പ്രവർത്തനം ദീനിൽ തെളിവാണ്, വതഖരീരിഹി റസൂലുള്ളാഹിയുടെ മൗലാനുവാദം ദീനിൽ തെളിവാണ്, വമാ ഹമ്മ ബിഫഅലിഹി റസൂലുള്ളാഹിയുടെ മൗലാനുവാദം ദീനിൽ തെളിവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അതേപോലെ തന്നെ മൗലാനുവാദം ഭാവിയിൽ റസൂലുള്ളാഹി ചെയ്യും എന്ന് പറഞ്ഞു പോയ കാര്യം. ഇതാണ് ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ, ഇതാണ് നബിചര്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച വിശ്വാസി റസൂലുള്ളാഹിയുടെ ഖൗല്, ഫിഅല്, തഖരീർ, ഹമ്മ് നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമീന ഫഅതൈന, കേട്ടു, അനുസരിച്ചു. ചെറിയൊരു നീരസം ഉണ്ടാകാൻ പറ്റും. സംഗതി സ്വഹീഹ് ബുഖാരിയിൽ ഹദീസ് തന്നെയാണ്. സംഗതി സ്വീകാര്യമായ തഫ്സീർ ഖുർതുബിയിൽ തന്നെയാണ്. അതേപോലെ തന്നെ തഫ്സീർ ഇബ്നു കസീറിൽ വന്ന തന്നെയാണ്. സഹാബത്തിന് കൃത്യമായ അസറും അതിലുണ്ട്, ഒക്കെ ശരിയാണ്. വിമർശിക്കാൻ ഒരു പഴുതുമില്ല. 100% കൃത്യമായി കിട്ടിയ ഒരു ഹദീസാണ്, അല്ലെങ്കിൽ ഒരു താരീഖാണ്, ഒരു സംഭവമാണ്. അപ്പോഴും പറയാനുള്ള സംഗതി ചെന്നാൽ എനിക്ക് എന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ വിശ്വസിച്ച് പോകുന്നപ്പോൾ ആ നിലപാടിന് എതിരാണ്, അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുദൂരം പഴിച്ചു പോകുന്നതാണ് ഖുർആൻ പറയുന്നത്. എന്റെ വാക്കല്ല കേട്ടോ, അല്ലാഹു തആല പറഞ്ഞാൽ കേട്ടോളൂ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. ഇദാ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിയായ മുഅ്മിനിനോ വലാ മുഅ്മിനത്തിൻ, മുഅ്മിനത്തനോ, അപ്പൊ ആണിനും പെണ്ണിനും, സത്യവിശ്വാസിയായ മുഅ്മിനും സത്യവിശ്വാസിയായ മുഅ്മിനാത്തിനും പാടുള്ളതല്ല. എന്ത് ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു അംറ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആനിലും റസൂലിന്റെ സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നൊരു കാര്യം, അത് വ്യക്തമായി മുന്നിൽ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുൽ ഖൈറത്തു മിൻ അംറിഹിം, ആ പറഞ്ഞ കാര്യത്തിന്, ആ ഹദീസ്, ആ ഖുർആനിന്റെ ആയത്തിന് കൃത്യമായി ഉൾക്കൊള്ളുന്നതിന് പകരം അവന്റെ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടായാൽ, ഒരു നീരസം, ഒരു മുഖം ചുളിവ്, ഒരു പ്രയാസം ഉണ്ടായാൽ, അല്ലാഹുവും റസൂലും ആര് അതിൽ നിൽക്കുന്നുവോ അവർ വ്യക്തമായ വഴികേടിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചു, വമാ ആതാകുമുർ റസൂല ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂൽ എന്തെന്നാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് ഫഖുദൂഹു, നിങ്ങൾ അതിനെ സ്വീകരിച്ചോളി. വമാ നഹാകും അൻഹു ഫൻതഹൂ, അവിടെ എന്താണോ നിങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കൃത്യമായി സ്വീകരിച്ച ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് വ്യക്തമായി പറഞ്ഞു എന്ത് ഈ വിഷയങ്ങളെ പറ്റി പറഞ്ഞിടത്ത് ഇംതിസാലുമാ അമറ വജിത്നാബുമാ നഹാ അൻഹു മാ സജറ, അല്ലാഹുവിന്റെ റസൂലിലൂടെ കൽപ്പിച്ച ജീവിതത്തിൽ കൊണ്ടുവരിക, വിരോധിച്ചത് അവിടുന്ന് ഒഴിവാക്കുക. എന്നാൽ ജൂത ക്രിസ്ത്യാനികളിൽപ്പെട്ട വേദക്കാർ, യഹൂദികൾ, അവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവരെ പറ്റി നമ്മളെന്താ പറയുന്നത്? ഫാത്തിഹയിൽ അല്ലാഹുവിന്റെ കോപത്തിനായ ആളുകൾ. എന്താ കാരണം? ഖുർആൻ പറഞ്ഞു, അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദി. വേദഗ്രന്ഥത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തു, അവർക്ക് ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കി. നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നതൊക്കെ നമുക്ക് കുഴപ്പമുള്ളതൊക്കെ ഒഴിവാക്കി. അത് പറ്റൂല.
അത് നമുക്ക് പറ്റൂല. മറിച്ച് നമുക്ക് ദേഹിച്ചൊക്കെ പറ്റൂല എന്നുള്ളത് പറ്റൂല. റസൂലുള്ളാഹി പറഞ്ഞൊരു മുഅ്മിന്റെ സംഭവം, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന് ജയിലുള്ള ഒരു മനുഷ്യനെ പോലെ. ദുനിയാവ് വിശ്വാസിക്ക് എന്താണ്? ജയിലറയാണ്. ജയിലറയിൽ എങ്ങനെയാണ്? സ്വാതന്ത്ര്യം ഉണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വാതന്ത്ര്യം ഇല്ല. അവിടെ കൽപ്പന ശിരസാ വഹിച്ചേ പറ്റൂ. എന്നാൽ മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ജീവിതം ജന്നത്താണ്. എന്താ? ഓനെ യഥേഷ്ടം എങ്ങനെയും പോകാം. അപ്പൊ നമുക്ക് നമ്മള് ഷഹാദത്തിൽ പ്രഖ്യാപിച്ച നമ്മളെ ചുണ്ടിന് താഴ്ത്തി കിടന്ന മീശക്ക് ഇസ്ലാമിൽ നിയമമുണ്ട്, നഖത്തിന് നിയമമുണ്ട്, കക്ഷരോമത്തിന് ഗുഹ്യരോമത്തിന് നിയമമുണ്ട്, അല്ലേ? നമ്മുടെ വസ്ത്രത്തിന് വിധാനങ്ങൾക്ക്, ജീവിത രീതികൾക്ക് ഒരുപാട് വ്യവസ്ഥ ഉണ്ട്. ഞാൻ ഇന്റെ മീശ, ഇന്റെ രോമം, ഞാനിത് പഠിക്കും, ഞാനിത് തോന്നിയമാതിരി വെട്ടും, ഞാൻ തോന്നിയമാതിരി വെട്ടും, പറ്റൂല. മുഅ്മിനാണോ? അല്ലാഹു റസൂലും പറഞ്ഞ അനുസരിച്ചേ മതിയാകൂ. അതുകൊണ്ട് വേദക്കാരെ പോലെ തോന്നിയത് എടുക്കുക, തോന്നിയത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എരപ്പന്റെ അരിക്കൊട്ടയല്ല. എരപ്പന്റെ അരിക്കൊട്ടാണ് എന്താ? നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സഞ്ചി തൂക്കി വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങള്? ഫക്കീറന്മാർ ഒരു വീട്ടിൽ നിന്ന് ചോറ്റേരി കൊടുത്ത ബോധനരിയാണ്, അത് അയക്കിടും ഒരു ഗ്ലാസ്. അപ്പുറത്തെ